ഇവർക്ക് പരോള് കിട്ടിയോ? എല്ലാരും പോകാനുണ്ടോ? ഹലോ, ഞാൻ കൊടുക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അതുപോലത്തെ ഒരാളിപ്പം പുറത്തിറങ്ങിയിട്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംശയം തോന്നത്തില്ല, നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി. ശരി ശരി ശരി. ആ സാറേ, ഇതാ വന്നു തന്നെയാ. എന്നാ പറടാ, ആരാടാ നീ? എന്തിനാണ് ആർക്കും ട്രൈ ചെയ്തത്? അമ്മൂട്ടിയെ, ഇതാ മോക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി സാമ്പാർ നന്നായി കഴിച്ചോട്ടോ. അച്ഛനെ, ആ ചേട്ടന് ചായ കൊടുത്തേച്ച് വരാം. തനിക്ക് ബുദ്ധിമുട്ടായ പ്രഭാകര? എന്ത് ബുദ്ധിമുട്ട്? ഡോക്ടർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? മോക്ക് ഓപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയണത്. കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിച്ചു കഴിഞ്ഞു. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താനും സമാധാനപ്പെടും, എല്ലാത്തിനും ഒരു വഴിയുണ്ട്. പതുക്കെ. ഹായ് അമ്മുക്കുട്ടി. അച്ഛൻ മാത്രമേ അമ്മുക്കുട്ടീനെ വിളിക്കുള്ളൂ. എന്റെ ശരിക്കത്തെ പേര് താമരാന. അങ്കിളിന് അറിയാം കേട്ടോ, താമര. മോളിങ്ങനെ ഓടി നടക്കരുതെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞിട്ടില്ലേ? മോൾ ചെന്ന് കിടക്ക. മോൾ ചെല്ലി പതുക്കെ. അമ്മേ, തൽക്കാലം നമുക്ക് ഇവിടുത്തെ ബില്ലടയ്ക്കാനുള്ള മാർഗം ഉണ്ടാക്കാം. എനിക്കും കുറച്ച് പണം ആവശ്യമുണ്ട്. താനതുകൊണ്ട് പണയം വയ്ക്കും. എന്നിട്ട് ആദ്യം ഇവിടുത്തെ ബില്ലടയ്ക്കും. ബാക്കി പണം എനിക്ക് തന്നാൽ മതി. അയ്യോ, അതൊന്നും വേണ്ട. താനത് വാങ്ങടോ. മോളെ ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം ഓപ്പറേഷനിലെ പണം കണ്ടെത്താനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് സുഗുണൻ്റെ ഒരു കത്ത് വന്നത്. പ്രഭാകര, ഞാനൊരു ചതിയിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലാണിപ്പോൾ. എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. ഈ കത്ത് കിട്ടിയാലുടൻ താൻ എന്നെ വന്ന് കാണണം. ഉപേക്ഷ വിചാരിക്കരുത് എന്ന് സുഗുണൻ. എനിക്കറിയാവനെ, എനിക്കറിയാം. ജയിലിലെ സാറന്മാർക്ക് വരെ പേടിയവനെ. ചെന്നായല്ല, ചെകുത്താനാണ്.
ജയിലിൽ ചെന്നപ്പോഴാണ് അയാൾ ചെന്നായ സുഗുണൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോലീസ് പിടിയിലായി. എനിക്ക് ആ പണം എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ പ്രഭാകര. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാൻ പറയുന്നതനുസരിക്കല്ലാതെ നിനക്ക് വേറെ ഒരു മാർഗവുമില്ല പ്രഭാകരൻ. നീ പണയം വെച്ച മാലയുണ്ടല്ലോ, അത് മോഷണ മുതല. പോലീസിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാൽ നീയും അകത്തെടുക്കും, എൻ്റെ കൂടെ കൂട്ടുപ്രതിയായിട്ട്. മറിച്ച് ആ പണം എടുക്കാൻ നീ എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും. നിന്റെ മോളുടെ ഓപ്പറേഷൻ നടക്കും, കുടുംബവും രക്ഷപ്പെടും. എന്താ, സഹായിക്കില്ല? മോളുടെ ഓപ്പറേഷൻ നടത്താൻ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. സൂടൻ്റെ ഭീഷണിക്ക് വഴങ്ങി അവസാനം അയാളെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു. അയാൾ തന്ന വീടിൻ്റെ സ്കെച്ചുമായി ഒരു ദിവസം ഞാൻ ആ വീട് അന്വേഷിച്ചു പോയി. അപ്പോഴേക്കും സുധാകരനും ഭാര്യയും ആ വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു. ആ വിവരം ഞാൻ സുഗുണനെ അറിയിച്ചു. അത് നീ തന്നെ എടുക്കണം പ്രഭാകര, അല്ലെങ്കിൽ നിന്റെ കുടുംബം. ദയവായി ഉപദ്രവിക്കരുത്. നീ പേടിക്കണ്ട, അതെടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം.